അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈൻക്രാഫ്റ്റുമായിട്ടാണ്. ഇന്ന് ഹാർഡ് കോർ ആണ് കളിക്കുന്നത്. നമുക്ക് ഹാർഡ് കോർ നമുക്ക് ഇതിനകത്ത് മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ പോകുന്നത്. മൈൻക്രാഫ്റ്റിനകത്ത് നമുക്ക് ഹാർഡ് കോർ ആണ് കളിക്കുന്നത്. ഹാർഡ് കോറിൽ നമുക്ക് എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ഈ ഹാർഡ് കോർ നമുക്ക് ചാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ കളിക്കണം, അല്ല വേറെ ഒന്നും നടക്കത്തില്ല. വേറെ ഒന്നും കിട്ടത്തില്ല. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം. ഫസ്റ്റ് നമുക്കൊരു പിക്കേറ്റ്സ്, ഒരു ആക്സ്. ഇത് സ്പീഡ്റണ്ണ് ചെയ്യുമല്ല, നമ്മൾ ഇതിൻ്റെ സ്പീഡ്റണ്ണ് ചെയ്യുമല്ല ഗൈസ്. നമ്മളല്ലാതെ സ്പീഡ്റൺ അല്ലാത്ത ചെയ്യുവാണ്. സ്പീഡ്റൺ അല്ല നമ്മൾ ചെയ്യുന്നത്. സ്പീഡ്റണ്ണ് വേറെ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ സ്പീഡ്റൺ അല്ല. ഇത് താഴോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നമ്മൾ 100 ഡേയ്സ് നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പറ്റത്തില്ല. നമുക്ക് എവിടെ വരെ എത്താൻ പറ്റും? നമുക്ക് ഇതുവരെ കളിച്ച മൊത്തത്തിലുള്ള ഹാർഡ് കോർ ഞാൻ ചത്തു നോക്കില്ലാണ്. ഹാർഡ് കോറിന് നമ്മൾ ചത്താ പിന്നെ ചത്തതാണ്. അടുത്ത കോൾ മുറിയാം. കുറേ കേൾക്കുന്നുണ്ട്. കൈ കിട്ടുന്ന കോൾ മൊത്തം കളക്ട് ചെയ്യാം. ഹാർഡ് കോറിനകത്ത് നമുക്കൊരു ബേസൊക്കെ ഉണ്ടാക്കണം. ബേസിക് ടൂൾസ് രണ്ടും ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു പിക്കാറ്റും ഒരു അത്രേ ഉള്ളൂ. വന്നിട്ട് വീടിൻ്റെ ഡെക്കറേഷൻ നോക്കിയിട്ട് കുറച്ച് ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യണം. ഒരു ഫുഡ് ഇട്ടിരുന്നു കുറച്ച്. മൊത്തത്തിൽ ഹാർഡ് കോറാണ്. ഇതിപ്പോൾ ഒരു ലോങ് വീഡിയോ ചാൻസ് ഉണ്ട്. ഇത് ഹാർഡ് കോർ ആണ്. അല്ലാത്ത ഇടയിൽ 36 മിനിറ്റിൻ്റെ ഒക്കെയാണ് ഞാൻ മൈൻക്രാഫ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ഹാർഡ് കോർ ആണെങ്കിൽ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ റെക്കോർഡായിരിക്കും ഇത്. നമുക്ക് വേണമല്ലോ. പ്ലേസ്റ്റേഷനോ ബൂസ്റ്റാക്കോ ഡൗൺലോഡ് ചെയ്യണം. എന്തായാലും PC-ക്കകത്ത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ റെക്കോർഡ് ചെയ്യാം. ഇത്രയും നാൾ റെക്കോർഡ് ചെയ്യാൻ എല്ലാ ദിവസവും റോബ്ലോക്സിൽ മാത്രം നമുക്കുള്ള ചാനലല്ല. അത് നമ്മൾ പിന്നൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ കയ്യിലിപ്പോൾ മൊത്തത്തിൽ 40 ഫുഡുണ്ട്. ഒരു ഫീൽഡ് ഇട്ട് ഒരു വില്ലേജ് ഇട്ടുവാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പറയാനും ഇത് തന്നെ അതറിയായിരിക്കും. നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. 40 ടോർച്ച് ഉണ്ടാക്കുന്നത്. 40 ടോർച്ച് ആക്കുന്നത്
ഒരു കുറച്ച് ലെങ്തി വീഡിയോ ഇപ്പം തന്നെ 5 മിനിറ്റ് 21 സെക്കൻഡ് എത്രയാണ് ഇതിന് കുറച്ച് നേരത്തേക്കുള്ള വീഡിയോ ഒരു ലോങ്ങസ്റ്റ് വീഡിയോ ആയിരിക്കാം. നിങ്ങൾക്ക് പാതി സ്കിപ്പ് ചെയ്തിട്ട് വരും കാണാം. ലോങ് വീഡിയോ ആണ്, നിങ്ങൾ പാതി സ്കിപ്പ് ചെയ്തോ. ഒരു മഷ്റൂം ഉണ്ട്, ഒരു പൂച്ച കാണായിട്ടൊന്നുമില്ല. എന്നെങ്കിൽ തൊട്ടവിടുത്തെ എവിടെയെങ്കിലും ഒരു വില്ലേജ് കാണണം. പൂച്ചയുടെ പട്ടിയാണ്. ജീപ്പിനല്ലേ കാണുന്നത്. താങ്ക് യു ഡോഗ്. ബെഡും വെച്ചേക്കാം. ബെഡും ചാവാൻ പോകുന്നു. റീകോമ്പോൻ്റെ എത്തിയിട്ടൊരു കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഹാർഡ് കോഡ് കളിക്കും. മറന്നു എനിക്ക് മനസ്സിലായില്ല. ഒരു സ്റ്റോൺ വേണമെന്നുണ്ടോ ഒരു എൻ്റെ സ്കൈ ബ്ലോക്ക് വേണ്ടി എത്തിക്കുന്നു. പക്ഷേ ആ സ്കൈ ബ്ലോക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവിലൊരു വേൾഡായിരിക്കും ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് അതിനകത്ത് മൊത്തത്തിൽ അഴിച്ചിട്ടൊന്നും ഞാൻ പിന്നത്തെ ക്രിയേറ്റീവിലുണ്ടായി. അല്ലാതെ നമുക്ക് സ്കൈ ബ്ലോക്ക് അങ്ങനെ സ്കൈ ബ്ലോക്കാണ് കിട്ടുന്നത്. സ്കൈ ബ്ലോക്കൊക്കെ എന്നിട്ട് നമുക്ക് ലിങ്കൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ആ ലിങ്ക് ഡൗൺലോഡ് ആകുന്നതിന് വരെ നമ്മൾ എന്തായാലും നമ്മൾ ക്രിയേറ്റീവിലായിട്ട് ക്രിയേറ്റീവായിട്ട് മൊത്തത്തിൽ വേണ്ട സ്കൈ ബ്ലോക്ക് മൊത്തം പണിയുന്നതായിരിക്കും. ഇതായിരിക്കും വീഡിയോ. സ്കൈ ബ്ലോക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. വേറൊരു ദിവസം ഞാൻ ഈ സ്കൈ ബ്ലോക്ക് ചെയ്തു. ഇപ്പം നൈറ്റ് ആയിരുന്നുണ്ടെന്ന് തോന്നുന്നു. 3 ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റാം. ഇവിടെ 3 ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റാം. കാര്യം ഇവിടെ നിന്ന് 3 ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റിയിട്ട് നൈറ്റ് ആവാറാണ്. രാത്രിയല്ല, നമുക്ക് ബെഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി രാത്രി ആകുന്നില്ല. നമ്മളിപ്പോൾ മൈനിങ്ങിന് പോവാണ്. അയൺ മൈനിങ്ങിനായിട്ടാണ് പോകുന്നത്. നമുക്ക് അയൺ ആർമറും ടൂൾസൊക്കെ ആക്കണം. നമ്മുടെ ഫസ്റ്റ് ഓടുന്ന പറയുകയാണെങ്കിൽ നമുക്ക് അയൺ ആർമർ ആക്കണം. കോപ്പർ ആർമർ ഓടി മതി. കോപ്പർ ആർമറോ അയൺ ആർമറോ എന്തെങ്കിലും ആക്കണം. സാധനത്തിന് ഒരു കഴിവ്
രാവിലെ പോയി ഫുഡ് കഴിക്കാം. ഇപ്പോഴാണ് നമ്മുടെ പഴയ ഫോൺ ശരിയാവുന്നവർ നമ്മളാണെങ്കിൽ വീഡിയോ ഗെയിമിംഗ് വീഡിയോസ് ഇടാതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ശരിയാവുന്നത് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോഴാണ് ഗെയിമിംഗ് വീഡിയോ ചെയ്യുന്നത്. അതുവരെ ഗെയിമിംഗ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നില്ല. ടാക്സ് കൊടുക്കാം. സ്മെൽറ്റായിട്ട് തരുമോ? പതിനൊന്ന് മതിയെന്നാണ് 11 ഇട്ട് വെച്ചേക്കുന്നത്. അതിനപ്പുറം വേണ്ട. എൻ്റെ ഇല്ല 4-ലായോ? ആ ഇനി മാർച്ച് അങ്ങോട്ട് വരുവാണെങ്കിൽ 5. ആ നമുക്കിനി കുറച്ചും കൂടെ മുറിച്ചു വന്നാൽ മതി. അപ്പോഴേക്ക് നമുക്ക് മൊത്തത്തിൽ സെറ്റ് ആയിക്കോളും. ടൂൾസ് പറഞ്ഞാൽ മൊത്തത്തിൽ സെറ്റ് ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തെങ്കിലേ പറ്റത്തോളം കാര്യങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കുറച്ച് നേരം. എന്നിട്ട് ഞാൻ നിങ്ങളെ പറ്റി അങ്ങനെ നമ്മൾ മൊത്തം സ്മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ കുറച്ചെണ്ണം ഫുഡാക്കി അതിനെ പ്ലാന്റ് ആക്കി ഒരു ബക്കറ്റ് ഉണ്ടാക്കി ഒരു പിക്കാക്സ്, ഒരു ആക്സ്, ഒരു ഷിയർ, ഒരു ഷീൽഡ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് ഫാർം സെറ്റ് ചെയ്യണം. നമുക്ക് ആദ്യത്തെ ഫാർം മോബ് ഫാർം, സെക്കൻഡ് ഫാർം, കുറച്ച് ഫാർമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി പാചകം പറയാം. നമുക്ക് അയൺ ഫാർം പിന്നെ ഇപ്പം തന്നെ നമുക്ക് ലോകം മൊത്തം നമ്മുടെ കയ്യിലാണ് വെച്ചിട്ട് മൊത്തം എങ്കിൽ കളക്ട് ചെയ്തിട്ട് അങ്ങ് വണ്ടക്കോട്ട് പോവാം. ഞാൻ കുറേ ഫാർമ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടക്കോട്ട് ഞാൻ എന്തൊക്കെ മൈനിങ് ചെയ്യാതില്ല. ഫുഡ് ഞാൻ ആക്കിയില്ല. ഫുഡ് ഹാർട്ട് ഇനി ഞാൻ ഇവിടെ ഒരു ബേസിങ് ഏരിയയും ഫാർമിംഗ് ഏരിയ, മോബ് ഫാർമും ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമുക്ക് ഇൻഫിനിറ്റി വാട്ടർ സോഴ്സൊക്കെ നല്ല രീതിയിൽ പണിയണമെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഫിനിറ്റി വാട്ടർ സോഴ്സിനായിട്ടുള്ള പാതി കാര്യങ്ങൾ ഞാനിവിടെ സെറ്റ്. ഞാൻ ഈ ഹൗസ് വരാൻ പോകുന്നത് ഞാനൊരു മരത്തിൻ്റെ ഹൗസാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ ഒരു ബ്ലോക്ക് 4 ബ്ലോക്ക് വൈസ് വെച്ചെടുക്കാം. എന്നിട്ട് ഒരു ബ്ലോക്ക് 2 ബ്ലോക്ക് 3 ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ബ്ലോക്ക് 3 ബ്ലോക്ക് 4 ബ്ലോക്ക്. നമ്മൾ മൊത്തം ഇതാക്കി കൊടുക്കുക. 1 2 3 ഇവിടെ ഇട്ടൂടെ. ഇനി നമുക്ക് ഈ
അത്രയും ഒട്ടും ഈ ബേസ് ഉണ്ടാക്കാൻ ഒട്ടിപ്പിച്ചായിരുന്നു ഒരു നൈറ്റ് ആവുന്നു എൻ്റെ പെട്രോൾ ഇത് ഞാൻ ഇവിടെ മൈനിങ്ങേരിയല്ലേ അയ്യോ മൈനിങ്ങേരിയാണ് എന്താ ഇവിടെ മൈനിങ്ങേരിയ അയ്യോ എൻ്റെ ബെഡ് മൊത്തം പോയി അതെന്തായാലും തൊടാനുള്ള ഇവിടെ എവിടെയോ തൊട്ടെടുത്താണ് ഇങ്ങോട്ടൊക്കെ ബ്ലോക്ക് മാറ്റി ഞാൻ ഇവിടെ ബേസ് ആക്കിയാലോ ഇവിടെ ബേസ് ആക്കാം ഇവിടെ ഷെയർ ചെയ്താൽ പോലെ ഷെയർ ചെയ്താൽ എനിക്ക് അത്രയും കിട്ടുമല്ലോ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് ബെറ്റ് അയ്യോ
ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്. മതിയെന്ന് പറഞ്ഞില്ലേ? മതിയെന്ന് കേക്കുതാ. ബ്ലോക്ക് വെച്ച് സെറ്റാക്കാം ഗൈസ്. മൊത്തത്തിൽ ബ്ലോക്ക് വെച്ച് നമുക്ക് സെറ്റാക്കിയിട്ട് വീടുണ്ടാക്കുന്നുണ്ട്. എനിക്കിവിടെ വീട് വെച്ച് സെറ്റാക്കാൻ ഗൈസ്. നമുക്ക് മൊത്തത്തിൽ വീട് വെച്ച് സെറ്റാക്കി പണിഞ്ഞെടുക്കാം. പണിയാന്നേരം ഇത് എപ്പോഴും വരുന്നത് ഈ ഫുഡിൻ്റെ സാധനം പറയാൻ പറ്റുന്നില്ല. യെസ് സർ, യെസ് സർ. ഇതും അവിടെ തന്നെ, ഇതും അതേപോലെ തന്നെ. ഒരു ബ്ലോക്ക്, 2, 3, 4 ബ്ലോക്ക് കുറച്ചുകൂടി വേണം. അത് നമുക്ക് 53 ഇതുകൊണ്ട് നമുക്ക് സ്റ്റോൺ നമുക്ക് മൊത്തത്തിൽ സ്റ്റോൺ വെച്ച് സെറ്റാക്കിയിട്ട് ഒരു ബെഡ് കൂടി സെറ്റ് ചെയ്താൽ ഇവിടെ ബെഡ് സെറ്റ് ചെയ്യാം. 7 ഗ്ലാസ് ഇട്ടുണ്ട്. എനിക്ക് 7 ഗ്ലാസ് ആയാലും മതി. 2 ഗ്ലാസ് പ്ലേസ്, 1 ഗ്ലാസ് പ്ലേസ്.
നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആക്കി വെച്ചാൽ നമുക്ക് വീഡിയോ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. പാതി എത്തിയിട്ടുണ്ട്, പാതി ഇത് ഞാൻ കുറച്ച് ലോങ് ആണെന്ന് പറഞ്ഞ് നമുക്ക് അല്ലെന്നെങ്കിൽ നമുക്കൊരു 8-9-15 മിനിറ്റിൻ്റെ വീഡിയോ വെച്ച് എടുത്തായിരുന്നു. ഇത് എനിക്ക് മാക്സിമം പോവുകയാണെങ്കിൽ ഒരു 24 മിനിറ്റ് വെച്ച് കഴിയുകയാണെങ്കിൽ പിന്നെ പറ്റത്തില്ല വീഡിയോ ഇടാൻ, എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു വീഡിയോ മാത്രം നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ കുറച്ച് നേരമൊക്കെ കാണും. ഇവിടെ മൊത്തം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് താരോട്ടും കൂടി ചെറിയ സെറ്റപ്പ് ചെയ്യാണ്ട്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്താലോ? നമുക്ക് ഇവിടുത്തെ മൊത്തത്തിലുള്ള ബ്ലോക്കുകൾ ഇന്ത്യയിൽ ഇപ്പോൾ കുറേ ഇതല്ലേ വുഡ്. അപ്പം ഞാൻ മൊത്തം വെച്ചിട്ട് സെറ്റായിക്കോളും. നമുക്കിനി കുറച്ച് വീട്ടിടെ വെച്ചിട്ട് വീട് മൊത്തം പണിയാം. ബാക്കി വീട്ട് വെച്ച് മൊത്തം സെറ്റ് നമുക്കിനി ഇവിടെ ആയിട്ട് രണ്ടാമത് ഞാൻ ഒരു ബെഡ് ഉണ്ടാക്കി, അത് നമുക്ക് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യാം. താഴോട്ടായിട്ട് 5-6 ബ്ലോക്ക് നോക്കിയാൽ മതി. മൊത്തം വീഴ്ത്തി. ഇവിടെല്ലാം തട്ടിയിട്ടോടെ ഞാനല്ല അമ്മൂമ്മയാ കേട്ടോ. കഷ്ടമെന്ന് പറയണേ, ചാച്ചൻ കിടക്കണ്ടടോ. ഞാൻ അവിടെ ഇരുന്നാ പോരാ. അമ്മൂമ്മയാ ഞാനൊന്നും ചെയ്തില്ല, എന്നെ പറയാ. ഗൈസ് നമുക്ക് ഡോറ് പ്ലേസ് ചെയ്യാം. ഇവിടെയായിട്ട് ഇത് വെച്ചിട്ട് പോടെ വെച്ചേ. അവൻ്റെ ഹെൽത്തിൻ്റെ കാര്യം ഉദ്ദേശിച്ചു. ഫുഡ്
ഓട്ടോ ഫ്രഷ് എന്തായാലും ബോട്ടിലും കിട്ടി ഹാർട്ട് ആദ്യ ഹാർട്ട് നിങ്ങൾ ഓർത്തു കൊട്ടു ഒരേ ഒരു ഹാർട്ട് എന്നിട്ട് ഞാൻ സർവൈവ് ചെയ്തു ഒരേ ഒരു ഹാർട്ട് വെച്ചിട്ട് ഞാൻ സർവൈവ് ചെയ്ത് ഇവിടെ ഒരു ഫുഡ് കൂടെ ഞാൻ ആക്കാൻ പറ്റില്ല ഇപ്പോൾ എൻ്റെ വിട്ടൊരു വേറെ ഒന്നും വെച്ചിട്ട് അത് ഇപ്പോൾ പോയി നമുക്ക് താരൊക്കെ മുറിക്കാൻ എവിടെയോട്ട് കേമ്പോട്ട് വേറാത്ത തലയ്ക്ക് മേലെ അല്ലെങ്കിൽ ഒരു അതെടുത്ത് ചെയ്യുന്നുണ്ട് ഹാർഡ് കോർ നമ്മൾ എന്തായിട്ടുണ്ട്. ഇനി ഞാൻ ഒരു വേറെ വിട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ അഡ്മിറ്റ് ഇനി ഞാൻ ഇതെന്തായാലും ചെയ്യാൻ പോകുന്നില്ല. ഞാനൊരു വേറെ ഹാർഡ് കോർ മൊത്തത്തിൽ പോയി ഞാൻ മൈൻക്രാഫ്റ്റിനകത്തൊരു വേൾഡ് ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ മൈൻക്രാഫ്റ്റിനകത്തൊരു വേറെ വേൾഡിലോട്ട് നമുക്കിപ്പോൾ ചെല്ലാൻ പറ്റും. നമുക്കത് പാർക്കോർന്നോ എന്തോ പറഞ്ഞേക്കുന്ന ഒരു മൈൻക്രാഫ്റ്റിൻ്റെ പാർക്കോർന്നോ എന്തോ പറഞ്ഞേക്കുന്ന സാധനമാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്കൊരു പാർക്കോർ ചെയ്യുവാണ് ഞാൻ തന്നെ കയറാം. ഡൗൺലോഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് കളിച്ചാൽ മാത്രം മതി. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഡൗൺലോഡ് ആയിട്ടാണല്ലോ ഇപ്പോൾ ഇതിനകത്ത് വരേണ്ടതാണ്. സാധനം വന്നില്ലല്ലോ. അല്ലോ കയ്യില്ലേ അല്ലെങ്കിൽ അവിടെ ഇട്ട് ആ മൂടല്ലോ മനസ്സിലായി. നിങ്ങൾക്കത് മറ്റേ മൈൻക്രാഫ്റ്റ് വെച്ചിട്ട് കളിക്കാട്ട് ഇതിൽ നമ്മൾ 29 രൂപ കൊടുത്തുള്ള മൈൻക്രാഫ്റ്റിനകത്ത് മാത്രമേ നമുക്ക് ഇത് ഭാഗം കളിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനാൽ നേരത്തെ ഒരു 29 രൂപ കൊടുത്ത് വെച്ചുകൊണ്ട് എനിക്ക് ഇതിനകത്ത് പഴയതിനകത്ത് നല്ല സ്മൂത്തി കിട്ടും. പാർക്കോർ എന്താ അതെവിടെ പോയാ മനസ്സിലായി. പാർക്കോർ ഇവിടെ വന്നിട്ടുണ്ട്, അവീടായിട്ടുണ്ട്. ക്രാഫ്റ്റ് ദിസ് വേൾഡ് നമുക്ക് ഇതിനകത്ത് ഈസി മോഡ് എന്നൊക്കെ ഇട്ടിരിക്കുന്നു. ക്രാഫ്റ്റ് വെവേ കൈ ഏഴിലോട്ട് പോയി നോക്കാം. അതായത് നമുക്ക് ലോങ്ങസ്റ്റ് വീഡിയോ ആക്കുന്നതായിരിക്കും. ഇത് ഹാർഡ് കോർ അല്ലെങ്കിൽ ഈ പാർക്കോർ കൂടെ എന്താണെന്ന് നോക്കിയേക്ക്. ഇത് 36 മിനിറ്റ് 37 മിനിറ്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. 36-37 മിനിറ്റ് വീഡിയോ. ഇത് ഡിഫിക്കൽറ്റിയുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഡിഫിക്കൽറ്റിയൊക്കെ ഒരു പ്രശ്നമേ അല്ല. ഹാർഡ് കോർ എന്തായാലും ഹാർഡാണ്. ഹാർഡ് കോറിനകത്ത് ഞാൻ എന്തോത്തിനാണ് ഇത് കുടിക്കാൻ പോകും. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യും. 3 ഹാർട്ടുള്ളല്ലോ. ഗുഡ് ലക്ക്. ഇവിടെ പാർക്കോർണേഷൻ ചെയ്യും. റീസെൻഡിങ് ഗെയിമെന്ന് ലോബിയിലോട്ട് നമ്മൾ വീണ്ടും വന്ന് റീസെൻഡിങ് ഗെയിം എന്തും ചെയ്യുന്നതാണ്.
വരാത്തത്? എന്തുകൊണ്ടാണ്? സ്പീഡ് ഓണാക്കി സ്പീഡ് ഓണാക്കിയിട്ട് ഒറ്റച്ചാട്ടം. അടുത്ത് സ്പീഡ് ഓണാക്കിയിട്ട് ഒറ്റച്ചാട്ടം. ജമ്പ് ചെയ്യാൻ ലാവേ വീണ്. നേരത്തെ നമ്മൾ ലാവേ വീണ് മൊത്തം ലാവയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം പീസ് ഔട്ട്.